ഹലോ ഒരുവൺ ഡോക്ടർ മുൻസിറാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം. സ്ത്രീകളിൽ ഏകദേശം 20% ആൾക്കാരിലും അതുപോലെ പുരുഷന്മാരിൽ 10% ആൾക്കാരിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിഷാദ രോഗം വരാൻ സാധ്യതയുണ്ട്. ഇനി സാധാരണ സങ്കടമാണോ വിഷാദ രോഗം? വിഷാദ രോഗം എങ്ങനെ തിരിച്ചറിയാം? താഴെ പറയുന്ന 9 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണം രണ്ടാഴ്ചയിൽ കൂടുതൽ തുടർച്ചയായി കണ്ടപ്പെട്ടാലാണ് നമ്മൾ വിഷാദ രോഗം എന്ന് പറയുന്നത്. വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന അകാരണമായിട്ടുള്ള വിഷമമാണ്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ലോ മൂഡ് അല്ലെങ്കിൽ സങ്കടം. ഇതാണ് ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒരു ആസ്വാദനം കണ്ടെത്താൻ പറ്റാതിരിക്കുക. അതായത് ചിലർക്ക് കളിക്കുന്നതിൽ കുറച്ച് എൻജോയ്മെൻറ്റ് കിട്ടിക്കാണും, ചിലർക്ക് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നത്, അത്തരം കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതാവുക. മൂന്നാമത്തേന്ന് പറയുന്നത് ഒരു കാരണവുമില്ലാതെ രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം ക്ഷീണമുണ്ടാവുക. അതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. നാലാമത്തെ ലക്ഷണം എന്ന് വെച്ചാൽ ഉറക്കക്കുറവ്. സാധാരണ ഒരു 8 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്ന ആൾ ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ ഉറങ്ങുമ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് എണീക്കുക, എന്നിട്ട് ആ ഉറക്കം പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുക. അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിശപ്പില്ലായ്മയാണ്. നമ്മൾ നേരത്തെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതാവുക, അതുപോലെ ഭക്ഷണം കഴിക്കാൻ മനസ്സില്ലാതിരിക്കുക. ഇതാണ് അഞ്ചാമത്തെ ലക്ഷണം. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മളെ ചിന്തകളിലും പ്രവൃത്തികളിലും ഉണ്ടാകുന്ന വേഗത കുറവാണ്. അത് ഒരു ആൾ വന്നിട്ട് നമ്മൾ അതൊന്ന് എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കും, അദ്ദേഹം എന്താ പറഞ്ഞത്, അത് നമുക്ക് മനസ്സിലാവുന്നത്, അത് പ്രോസസ്സ് ചെയ്യാൻ തന്നെ കുറച്ച് അധികം സമയമെടുക്കും. ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക. അതായത് പഠിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക. ഓരോ കാര്യത്തിൽ നമുക്ക് തുടർച്ചയായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതാണ് ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. എട്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള ഒരു ഡിപ്രസീവ് തിങ്കിങ് ആണ്. അതായത് ഇപ്പോൾ എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, ഞാനൊരു ബാധ്യതയാണല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഫ്രണ്ട്സ് ഇല്ല, അങ്ങനത്തെ ഒരു ചിന്തയാണ് എട്ടാമത്തെ ലക്ഷണം. ഒമ്പതാമത്തേതാണ് ഏറ്റവും അപകടകരമായ ലക്ഷണം, അതായത് സൂയിസൈഡൽ തോട്ട്സ്. അതായത് ഞാൻ ജീവിതം അവസാനിപ്പിച്ച് കളയാം, എനിക്കിനി ജീവിക്കേണ്ട എന്നുള്ളൊരു ചിന്തയാണ് ഒമ്പതാമത്തെ ലക്ഷണം. ഞാൻ ഈ പറഞ്ഞ 9 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണം രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഡിപ്രസീവ് ഡിസോർഡർ, അതായത് വിഷാദ രോഗം ഉണ്ട് എന്ന് പറയുന്നത്. ഇനി വിഷാദ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം മോസ്റ്റ് കോമൺ ബട്ട് മോസ്റ്റ് ഈസിലി പ്രിവെൻറ്റബിൾ കോസ് ഓഫ് സൂയിസൈഡ് ആണ് വിഷാദ രോഗം. അതുകൊണ്ട് വിഷാദ രോഗം പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് സൂയിസൈഡിൽ, അതായത് ആത്മഹത്യയിൽ വരെ കലാശിക്കാൻ സാധ്യതയുണ്ട്. ഇനി വിഷാദ രോഗികളിൽ നമ്മൾ കണ്ടുവരുന്ന ബ്രെയിനിലെ രാസവസ്തുക്കളായ സിറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ ഇതുപോലെ രാസവസ്തുക്കൾ കുറവായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഈ സിറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ അതുപോലുള്ള പദാർത്ഥങ്ങൾ, രാസവസ്തുക്കൾ ബ്രെയിനിൽ അധികരിപ്പിക്കുന്ന മെഡിസിൻസ് നമുക്ക് വിഷാദ രോഗത്തിന് വളരെ പാർശ്വഫലങ്ങൾ കുറഞ്ഞ രീതിയിലുള്ള മെഡിസിൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷാദ രോഗം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ഡോക്ടറിനെ കണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി ആദ്യമായിട്ട് വിഷാദ രോഗം ഡയഗ്നോസ് ചെയ്യുന്ന ഒരാളിൽ ഏകദേശം 9 മാസത്തോളം നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കുറച്ച് വന്ന് മരുന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചിന്തകളിലെ വൈകല്യം ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ്, അതായത് സമയത്ത് ഉറങ്ങുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, അതുപോലെ നല്ലൊരു സോഷ്യൽ സർക്കിൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ലൈഫ് സ്റ്റൈലിൽ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാലും നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പുറത്തു കടക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ മുകളിൽ പറഞ്ഞ ഇത്തരം ലക്ഷണങ്ങളുള്ള ആൾക്കാർ ആദ്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ മനുഷ്യന്മാരല്ലേ, എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ ഉണ്ടാവും. അത്തരം സങ്കടങ്ങൾ നോർമലാണ്. അത് നീണ്ടു നിൽക്കുമ്പോൾ, അതായത് 2 ആഴ്ചയോ 3 ആഴ്ചയോ നീണ്ടു നിൽക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ആദ്യമായിട്ട് നമ്മൾ സെൽഫായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് വരുത്തുക, ഉറക്കവും ഭക്ഷണവും ശരിയും. എന്നിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനോട് കാര്യങ്ങൾ തുറന്നു പറയണം. എന്നിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി മെഡിസിൻസ് നമ്മൾ കഴിക്കേണ്ടതാണ്. ഈസിലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് ആരും ഇത്തരം കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാതെ അവസാനം സൂയിസൈഡുകളിലോ അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ ആർക്കും വരരുത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം.
അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ ട്രീറ്റ്മെൻറ്റും പ്രോപ്പറായിട്ട് എടുക്കേണ്ടതാണ്.